പ്രിയപ്പെട്ടവരെ, മന്നാ ദ ഡെയിലി ബ്രെഡ് ഹൃദയത്തിൻ്റെ സ്വാഗതം. ബൈബിളിലെ ഏറ്റവും ക്രൂരനായ കഥാപാത്രം ഏതാണെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കൊരൊറ്റ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. അത് നീതിമാന്റെ സ്നേഹത്തെ 30 വെള്ളിക്കാശ് കൊണ്ട് ഒറ്റിക്കൊടുത്ത യൂദാസ് എന്ന് പറയുന്ന ഒരു ക്രൂരനായ മനുഷ്യൻ. പക്ഷെ ഈ മനുഷ്യന്റെ അന്ത്യത്തെക്കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്. ഏതു പണം കൈക്കലാക്കണമെന്നും അതുപയോഗിച്ച് എങ്ങനെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചോ, അതേ പണം ദേവാലയത്തിൻ്റെ മുമ്പിൽ വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി തൂങ്ങിച്ചാവുകയും ചെയ്യുന്നുണ്ട്. നീതിമാന്റെ ചോരയെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തുവെന്ന് അവൻ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ആ പണമെടുത്ത് രക്തത്തിൻ്റെ പറമ്പ് വാങ്ങി വിദേശികളെ അടക്കം ചെയ്യുന്ന ശവപ്പറമ്പാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട്. എവിടെയാണോ നീതിമാന്റെ സ്നേഹത്തെ നിങ്ങൾ വഞ്ചിച്ചു കളയുന്നത്, അതിലൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നേട്ടങ്ങളും പിന്നീട് ജീവിതത്തിന് നേട്ടങ്ങളല്ലാതായിട്ട് മാറും. എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് അതൊക്കെ നിങ്ങളുടെ കൈകളിൽ നിന്ന് പുഴുക്കുന്നൊരു സമയം കാലം നിങ്ങളുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് ഒരു മനുഷ്യനെയും നിങ്ങൾ അവൻ്റെ സ്നേഹത്തെ ഒറ്റിക്കൊടുക്കരുത്. ഒരാളെയും നിങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു മനുഷ്യനെ പോലും നിങ്ങൾ ഒരിക്കലും നിർദ്ദയം ഒറ്റിക്കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ചെയ്താൽ ജീവിതം നിങ്ങളോട് പ്രതികാരം ചെയ്യും. നിങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണൊന്നും നിങ്ങൾക്ക് സ്വസ്ഥത നൽകുകയില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പാപം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളെ ചേർത്ത് പിടിച്ച കൈകളെ നിങ്ങൾ തട്ടിമാറ്റി അവൻ്റെ ചോരയ്ക്ക് നിങ്ങൾ വില പറയുന്നതാണ്. യൂദാസിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപവും അതായിരുന്നു. ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചവൻ്റെ കൈകളെ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞു അവൻ്റെ ചോരയെ തൂക്കി വിറ്റു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കൃപകൾ നമ്മളിലേക്ക് കടന്നു വരട്ടെ. ആമേൻ.